സോ ഗൈസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ ഗൈസ് നമ്മളെ ടൂറിസ്റ്റ് ബസ്സുകളുടെ അപ്ഡേഷനൊക്കെ. പക്ഷെ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു അപ്ഡേഷൻ കാണിച്ചു തരുന്നു. ഔക 3, 2, 1. മച്ചാമാരെ, തെക്കൻ കേരളത്തിൽ പൊതുവായി കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് നമ്മുടെ തെയ്യം. തെയ്യത്തിന്റെ ഒരു ചെറിയ കലാസൃഷ്ടിയാണ് എന്നെ തൊട്ടുപുറകിൽ കാണുന്നത്. ഇത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ദ്രൗപതിയാണ് മച്ചാമാരെ. അതേ മച്ചമാരെ, നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അനിഴം ദ്രൗപതിയെ കളത്തിലിറക്കിയിരിക്കുകയാണ്. B4 ഡിസൈൻസിന്റെ മികവില് അച്ചൂസ് ഗ്രാഫിക്സിന്റെ ഒരു കിടിലൻ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വണ്ടി ദ്രൗപതി ഇപ്പൊ നിലവിൽ വർമാസിലാണുള്ളത്. ഒരു കിടിലൻ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ദിസ് ഈസ് ജസ്റ്റ് എ ലോഞ്ചിങ് വീഡിയോ. ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഗൈസ് എനിക്കിത് കണ്ട് പറയാനുള്ളത് കേരളത്തിലെ തെയ്യത്തിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നാളെ മുതൽ കേരളത്തിലെ തെയ്യത്തിൻ്റെ കളർ വെള്ളയായിരിക്കും. അപ്പോൾ വെള്ള പോയി അടിക്കുക. പിന്നെ കിടിലൻ ഗ്രാഫിക്സ് വർക്ക് നമ്മളെ കേരള MVD കൂടിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് ക്രീമും തേക്കാം, കാരണം നിങ്ങളെ വണ്ടി പറക്കുന്നാലും. ഓക്കെ, കാരണം മനസ്സിലാക്കി ഗൈസ് 2 വർഷം കൊണ്ട് അവരുണ്ടാക്കിയത് ലോഞ്ച് ചെയ്യാൻ വെച്ച ദിവസമാണ് ഗൈസ്. അവരുടെ മറ്റേ ഒരു സ്കൂൾ ബസ് മറിഞ്ഞ ആക്സിഡൻ്റായി, ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ ആക്സിഡൻ്റായി. അതിൽ സ്കൂൾ കുട്ടികൾക്ക് മരിച്ചു. അതിന് ശേഷം കേരളത്തിൽ ഈ നിയമം കൊണ്ടുവന്നു. സോ ആ ഒരു ദിവസം കഴിച്ച് അവരുടെ ബസ്സിനെ ലോഞ്ചിങ് വെച്ചത്. സോ ആ ഒരു ദിവസം അവർക്ക് നല്ല പണി കിട്ടിയൊക്കെ. സോ ഇതാണ് ഇപ്പോഴത്തെ എല്ലാവരുടെ അവസ്ഥ. അതിൽ ഏറ്റവും കൂടുതൽ ഭാഗം കിട്ടവർ പറയുന്നത് ഗൈസ് 2 വർഷം കൊണ്ട് അവർ നേടിയെടുത്തതാണ്. ആ ദിവസം ലോഞ്ചിങ് ചെയ്യാൻ വെച്ച ആ ഒരു നിമിഷം അവർക്ക് പണി കിട്ടി. ഓക്കെ, സോ അത് നല്ല രീതിയിൽ ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം കാണാം. ബൈ ബൈ.